നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുമായി അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബ വെളിപ്പെടുത്താൻ വൈകിയതെന്ന് പലരും ചോദിച്ചെന്നും എന്നാൽ അതിന് കാരണം താനാണെന്നും ഷീബ പറഞ്ഞു. നടി ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് IFFK വേദിയിൽ നടന്ന അവൾക്കൊപ്പം പരിപാടിയിലാണ് ഷീബയുടെ പ്രതികരണം. മൂന്നാമത്തെ ട്രയൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബാലചന്ദ്രകുമാർ തന്നെ വിളിച്ച് നടിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. കോടതിയിൽ നിന്ന് ആ കുട്ടിക്ക് നീതി ലഭിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പ്രതിയെന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം 7 വർഷത്തോളം ബാലു ഉണ്ടായിരുന്നതിനാൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. വിധി വന്ന സമയത്ത് അദ്ദേഹം ഇല്ലാത്തത് നല്ലതായെന്ന് തോന്നുന്നു. ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ഈ കേസുമായി മുന്നോട്ട് പോയത്. എന്തുകൊണ്ട് ഇത്രയും കാലത്തിന് ശേഷം വെളിപ്പെടുത്തിയെന്ന് പലരും ചോദിച്ചു. അതിന് കാരണം ഞാനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞ് വൈകിപ്പിച്ചതാണ്. എന്നാൽ അത് പാടില്ലായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുവെന്നും ഷീബ പറഞ്ഞു. കേസിലെ കുറ്റകൃത്യത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ കാര്യത്തിലേക്ക് ബലപ്പെട്ട തെളിവുകൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. വിചാരണ പാതിവഴിയിൽ പിന്നിട്ട ഘട്ടത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായത്. ഈ മൊഴികൾ ദിലീപിനെയും ഒപ്പമുള്ളവരെയും പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു. അതോടെ സാക്ഷി വിസ്താരം നിർത്തിവെച്ചു. തുടരന്വേഷണം നടത്താൻ വിചാരണ കോടതി അനുവദിച്ചു. ഈ അന്വേഷണത്തിലാണ് ദിലീപിന്റെ സുഹൃത്തും ആലുവയിലെ വ്യവസായിയുമായ G. ശരത്തിനെ 13ാം പ്രതിയാക്കി കുറ്റപത്രം പുതുക്കി വിസ്താരം പുനരാരംഭിച്ചത്. എറണാകുളം ശിവക്ഷേത്രത്തിലെ പരിപാടിയിൽ ദിലീപിനെ പങ്കെടുപ്പിക്കുന്നതിൽ പ്രതിഷേധം പരിപാടി മാറ്റി. എറണാകുളം ശിവക്ഷേത്രത്തിലെ പരിപാടിയിൽ നടൻ ദിലീപിനെ പങ്കെടുപ്പിക്കുന്നതിൽ വിവാദം കടുക്കുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിലെ പരിപാടി മാറ്റിവെച്ചു. ജനുവരിയിൽ ആരംഭിക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് ദിലീപിനെ ക്ഷണിച്ചിരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 നിശ്ചയിച്ച പരിപാടിയാണ് പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയത്. നോട്ടീസ് പുറത്തായതിനു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധമുയർന്നത്.